പ്രിയപ്പെട്ടവരെ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന് റിസൾട്ടായിരുന്നല്ലോ. ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് വിജയിച്ചത്. പരാജയപ്പെട്ടത് സ്വരാജും. വിജയിച്ച ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അഭിനന്ദനങ്ങൾ. നിലവിലെ സാഹചര്യത്തിലും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് അത്രയും നല്ല ഒരു ഭൂരിപക്ഷത്തിന് വിജയിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. എന്നാൽ സ്വരാജ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, പല രാഷ്ട്രീയ നേതാക്കന്മാരും ചില കാര്യങ്ങൾ ചില സമയത്ത് വെട്ടിത്തുറന്ന് സംസാരിക്കാൻ മടിക്കുമ്പോൾ അവിടെയെല്ലാം കാര്യങ്ങൾ വ്യക്തമായി തൻ്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞ വ്യക്തിയാണ് സ്വരാജ്. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയമാവട്ടെ, ഏത് പക്ഷമാവട്ടെ, അങ്ങനത്തെ ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ സ്വരാജ് പരാജയപ്പെട്ടുവെങ്കിലും ഭാവിയിൽ പാർലമെൻറ്റിലേക്ക് തന്നെ സ്വരാജിനെ പോലെയുള്ള ആളുകൾ എത്തണം എന്നുള്ളതുകൂടെ എന്നെ പോലെയുള്ള ആളുകളുടെ താല്പര്യമാണ്. ഏതായാലും UDF നല്ല പ്രവർത്തനമാണ്, നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. LDF എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് LDF പഠിക്കട്ടെ. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം.